വിശ്വാസപ്പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളൽ നടത്തിയത്. പേട്ടപ്പണം വയ്ക്കൽ ചടങ്ങോടെയാണ് പേട്ടകെട്ടിന് തുടക്കമായത്. അമ്പലപ്പുഴ സംഘവും എരുമേലി ബാവരിപള്ളിയും തമ്മിലുള്ള ബന്ധത്തിന്റെ നീണ്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ഹസൻ റാവുത്തറാണ് കാലങ്ങളായിട്ട് നമ്മളോടൊപ്പം ബാവരുടെ പ്രതിനിധിയായി അനുഗമിച്ചിരുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിച്ചു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരന്തിനെ ദർശിച്ച ശേഷമാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘം വാവരുപള്ളിയിൽ ദർശനം നടത്തി. പള്ളി ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ചു. വാവരുടെ പ്രതിനിധിയും അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിനൊപ്പം വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ആകാശത്ത് നക്ഷത്രം ദർശിച്ചതോടെ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. ആലങ്ങാട്ട് സംഘം വാവരുപള്ളിയിൽ കയറാതെ വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ട വൈകിട്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് എരുമേലി പേട്ടതുള്ളൽ നടന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നാണ് സംഘം യാത്ര തിരിച്ചത്. ഞങ്ങൾ പേട്ടതുള്ളലിന് വേണ്ടിയിട്ട് ഇന്നലെ ഉച്ചയോടുകൂടി ഇവിടെ എത്തി വാവരുടെ പള്ളിയിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടുത്തെ ചന്ദനക്കുട മഹോത്സവത്തിൽ വരെ ആദരിച്ച് ഇന്ന് പേട്ടതുള്ളൽ തയ്യാറെടുത്ത് രാവിലെ 12 മണിയോടുകൂടി കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഹനം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിലെ പേട്ടതുള്ളൽ ആരംഭിച്ചു. അപ്പോൾ 2:30 മണിയോടുകൂടി എരുമേലി ക്ഷേത്രത്തിലെത്തി അവരുടെ പ്രതിനിധിയും ആയി എരുമേലി അമ്പലത്തിലെത്തി തിരുവോറിന് മുമ്പിൽ പേർഫാക്കി സ്വീകരിച്ച് പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണത്തിടമ്പ് പ്രത്യേകം തയ്യാറാക്കിയ അലങ്കരിച്ച രഥത്തിൽ സ്ഥാപിച്ച് രഥഘോഷയാത്രയായി യാത്രയിലുടനീളമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് എരുമേലിയിലെത്തിയത്. പേട്ടതുള്ളാൻ അമ്പലപ്പുഴ സംഘത്തിൽ 500 പേരുണ്ടായിരുന്നു. ആലങ്ങാട്ട് യോഗത്തിന്റെ പേട്ടപ്പുറപ്പാട് മണൽപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. പേട്ടയ്ക്ക് എഴുന്നള്ളിച്ച അയ്യപ്പ ഗോളക പൂജിച്ച് യോഗം പെരിയോൻ AK വിജയകുമാറിന്റെയും യോഗം പ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷിന്റെയും നേതൃത്വത്തിലായിരുന്നു എരുമേലിയിലേക്കുള്ള യാത്ര. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനവും പാനക പൂജയും നടത്തിയാണ് ആലങ്ങാട്ട് സംഘം എരുമേലിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.